തെരുവ് പട്ടികളുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ഭരണകർത്താക്കൾക്ക് ഭീമഹർജി നൽകാൻ തീരുമാനിച്ചതായി ജനശബ്ദം മാഹി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 8-ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം തെരുവു പട്ടികളുടെ ആക്രമണത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങൾ പ്രത്യേക പാർപ്പിട സൗകര്യങ്ങൾ ഒരുക്കേണ്ടതാണ്. ഇത് സംബന്ധിച്ച് ഒക്ടോബർ മാസം സുപ്രീം കോടതിയിൽ തെരുവു നായ്ക്കളുമായി ബന്ധപ്പെട്ട് ദേശീയ നയം രൂപീകരിക്കപ്പെടുകയുമാണ്. ഓഗസ്റ്റ് 22-ന് വിധി പുറപ്പെടുവിച്ച 3-അംഗ ബെഞ്ചാണ് നയം രൂപീകരിക്കുന്നത്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായി ബഹുജനാഭിപ്രായം ഉയർന്നു വരേണ്ടതുണ്ട്. 2021 മുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സമര പോരാട്ടങ്ങൾ നടത്തിവന്ന ജനശബ്ദം മാഹി വിവിധ കേന്ദ്രങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ച് ആയിരക്കണക്കിന് ഒപ്പ് ശേഖരിച്ച് പ്രധാനമന്ത്രി, ലഫ്റ്റനന്റ് ഗവർണർ, മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി എന്നിവർക്ക് ഒക്ടോബർ ആദ്യവാരം നേരിട്ട് ഭീമഹർജി നൽകാൻ ജനശബ്ദം തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസക്കാലമായി മാഹി മേഖലയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തത് നഗരവും നാട്ടിൻപുറങ്ങളും ചീഞ്ഞ് നാറുകയാണ്. സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാനും ഇത് കാരണമായേക്കും. ദേശീയ തലത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ശുചിത്വ ജില്ലയ്ക്കുള്ള അവാർഡ് നേടിയപ്പോഴും അധികൃതരുടെ കുറ്റകരമായ അനാസ്ഥയാണ് ഇത്തരമൊരു ദുർഗതി മയ്യടിക്ക് വരുത്തിയതെന്ന് നേതാക്കൾ ആരോപിച്ചു. പ്രസിഡന്റ് ചാലക്കര പുരുഷു, ജനറൽ സെക്രട്ടറി EK റഫീഖ, TM സുധാകരൻ, ഷാജി പിണക്കാട്ട്, PK ശ്രീധരൻ മാസ്റ്റർ, ജസീമ മുസ്തഫ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കഴിഞ്ഞ 2021 മുതൽ വളരെ സജീവമായി മാഹിയിലെ തെരുവ് പട്ടികളുടെ ശല്യത്തിനെ സംബന്ധിച്ച് മാഹി റീജിയണൽ ഭരണകൂടത്തിനും പുതുശ്ശേരി സംസ്ഥാന ഗവൺമെൻറ്റിനും നിരവധി തവണ മെമ്മോറാണ്ടങ്ങളും കൂടിക്കാഴ്ചകളും ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും പിന്നീട് മാഹിയിൽ തന്നെ ഈ തെരുവ് പട്ടികളുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനസംഘത്തിൻ്റെ നേതൃത്വത്തിൽ വ്യാപാരി വ്യവസായ സംഘടന, റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങിയിട്ടുള്ള സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ജനശബ്ദം നിരവധി ധർണാ സമരങ്ങളും പ്രകടനങ്ങളും വാഹന പ്രചരണയാത്രകളും ഒക്കെ തന്നെ നടത്തിയിരുന്നു. എന്നാൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നോ ഒരു തരത്തിലുള്ള അനുകൂല നിലപാടും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. തെരുവുപട്ടികൾക്ക് ബന്ധീകരിക്കുക എന്നൊരു നിലപാടിൽ അവർ എത്തിച്ചേരുകയും അതാത് പ്രദേശത്ത് പോയി കിട്ടാവുന്ന പട്ടികളെ പിടിച്ച് വന്ധ്യീകരണം നടത്തി ആ പട്ടികളെ ആ പ്രദേശത്ത് തന്നെ തിരിച്ചുവിടുന്ന ഒരു അവസ്ഥയാണ് ഇതുവരെ ഉണ്ടായത്. എന്നാൽ ഓരോ പ്രദേശത്തും തെരുവ് പട്ടികളുടെ എണ്ണം കൂടിക്കൂടി വരികയും സ്കൂൾ കുട്ടികളെയും മദ്രസയിലെയും ട്യൂഷൻ ക്ലാസ്സുകളിലേക്ക് പോകുന്ന കുട്ടികളെ, മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളെ, പ്രഭാത സവാരിക്കാരെ, അതെന്ന് വേണ്ട കാൽനട യാത്രക്കാരെ മാത്രമല്ല ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്ന ആളുകളെ പോലും കടന്നാക്രമിക്കുക എന്ന നിലപാട് പട്ടികളുടെ ഭാഗത്തുണ്ടായിരിക്കുക. പട്ടികൾ ഒന്നിച്ചല്ല പോകുന്നത്, കൂട്ടം ചേർന്ന് പോവുകയും ആ ഒരു പട്ടി കുറച്ചാൽ ബാക്കിയുള്ള പട്ടികൾ കൂട്ടത്തോടുകൂടി ആളുകളെ ആക്രമിക്കുന്ന ഒരു രീതി, അത് ഭ്രാന്തുള്ള പട്ടികളുണ്ട്, ഭ്രാന്തില്ലാത്ത പട്ടികളുണ്ട്. ഈ തരത്തിൽ ഈ പട്ടികളുടെ ശല്യത്തിൽ നിന്ന് നാടിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ജനശബ്ദം ഏറ്റെടുത്തിട്ടുള്ള പരിപാടിയുടെ അന്തിമഘട്ടത്തിലേക്ക് പോവുകയാണ്. ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ തെരുവ് പട്ടികളേക്ക് മാഹിയിലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് വാസസ്ഥലം ഒരുക്കി അവരെ അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കണമെന്ന് ഞങ്ങൾ മയ്യഴി ഭരണകൂടത്തോട് അന്നേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് സുപ്രീം കോടതി തന്നെ കഴിഞ്ഞ 8-ാം തീയതി ഒരു നിരീക്ഷണത്തോടെ പറഞ്ഞിരിക്കുകയാണ്, ഈ തെരുവ് പട്ടികൾക്ക് പാർപ്പിടം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നയം രൂപീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് പുറപ്പെടുവിച്ച 3-അംഗ ബെഞ്ച് അതിൻ്റെ ഒരു നയരൂപീകരണത്തിന് വേണ്ടി വീണ്ടും വെച്ചിരിക്കുകയാണ് കേസ് ഈ വരുന്ന ഒക്ടോബർ 22-ാം തീയതി. ആ ഒക്ടോബർ 22-ാം തീയതി ഈ കോടതിയുടെ മുമ്പാകെ, സുപ്രീം കോടതിയുടെ മുമ്പാകെ ഈ കേസ് വരുമ്പോൾ ജനങ്ങളെ ആകെ ഒന്നിപ്പിച്ചുകൊണ്ട്, ജനങ്ങളുടെ ആകെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മയ്യഴി മേഖലയിലെ വിദ്യാർത്ഥികളിൽ നിന്നും മറ്റ് ബഹുജനങ്ങളിൽ നിന്നും മറ്റ് സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരിൽ കൂടിയും വലിയ ഭീമമായ ഒപ്പുശേഖരണം നടത്തി ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും പ്രിയപ്പെട്ട പോണ്ടിച്ചേരി മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ചീഫ് സെക്രട്ടറിക്കും നിവേദനം കൊടുക്കാൻ സംഘടന തീരുമാനിച്ചിരിക്കുന്നു.